ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ലാറ്റിൻ അമേരിക്കൻ സൊസൈറ്റിയുടെ അവസാനത്തെ യൂണിറ്റ്, 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻകാസിനെ കുറിച്ചാണ്. ഇൻക എന്ന് പറയുന്ന എംപയർ. ഈ സ്പാനിഷ് കോൺക്വസ്റ്റ് വരുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളിംഗ് വംശമായിരുന്നു ഇൻക എന്ന് പറയുന്നത്. ഈ ഇൻക എന്ന് പറയുന്ന വംശം ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം പിന്തുടരുന്നവർ ഇന്നും ആ സ്ഥലങ്ങളിൽ ജീവിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക ലാംഗ്വേജ്, ഇൻക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭാഷയും ഇന്നും സംസാരിക്കുന്ന ആളുകൾ ഉണ്ട്. ഇൻക ലാംഗ്വേജ് ആയിരുന്നു അതിനറിയപ്പെടുന്നത് ക്യുവാഷ്വ എന്നാണ് പറയുന്നത്. QUECHUA ക്യുവാഷ്വ എന്നാണ് അവിടുത്തെ ലാംഗ്വേജ് അറിയപ്പെടുന്നത്. ഇനി ഇൻകാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സംസാര ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ ഒരു റിട്ടൺ ഭാഷ, ഒരു എഴുത്ത് ഭാഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു റൈറ്റിംഗ് സിസ്റ്റം, എഴുത്ത് രീതി അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ഹിസ്റ്ററിയൊക്കെ അറിയുന്നത് അധികം സ്റ്റോറീസിലൂടെയാണ്. പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിട്ടുള്ള വാമൊഴി ചരിത്രങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ റിട്ടൺ റെക്കോർഡ്സ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. സ്പെയിനുകാരുടെ വരവോട് കൂടിയിട്ട് അവരുടെ റെക്കോർഡ്സ്, അവരുടെ ട്രാവൽസ്, യാത്രാ വിവരണങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു വംശത്തിൻ്റെ കുറേ കാര്യങ്ങൾ പിന്നീട് അറിയുന്നത്. ദെൻ ഈ ഇൻക സൊസൈറ്റിയുടെ, ഇൻക എംപയറിൻ്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അവരെന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, മിലിറ്ററി സെൻറ്റർ എല്ലാം ഉണ്ടായിരുന്നു. അവർക്കൊരു സെൻറ്റർ ഉണ്ടായിരുന്നു, അതിന് സുസ്കോ എന്നാണ് പറയുന്നത്. ഈ ഇൻകാസിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു സുസ്കോ. ഈ സുസ്കോ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ്റെയും പൊളിറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ മിലിറ്ററി കാര്യങ്ങളുടെയൊക്കെയും സെൻറ്റർ തന്നെയായിരുന്നു. ഇതൊരു ഇന്നത്തെ പെറുവിലാണ് ഈ ഒരു സെൻറ്റർ രൂപപ്പെട്ട് വരുന്നത്. ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലാർജസ്റ്റ് എംപയർ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എംപയർ തന്നെയായിരുന്നു ഈ ഇൻക എംപയർ എന്ന് പറയുന്നത്. ഇവർ കോൺക്വസ്റ്റിലൂടെ അടുത്തുള്ള ടെറിട്ടറീസ് പിടിച്ചടക്കും. അതിനോടൊപ്പം തന്നെ സമാധാനപരമായിട്ടുള്ള ഉടമ്പടികളിലൂടെയും പല സ്ഥലങ്ങളും പിടിച്ചടക്കിയിട്ടുള്ള വിഭാഗക്കാരാണ്. പെറു, ബൊളീവിയ, അർജന്റീന, ചില്ലി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഇവർ നിലനിൽക്കുന്നത്. ഇനി ഇവരുടെ ഒരു ലാസ്റ്റ് ഇൻക എംപയറായിട്ട് കണക്കാക്കുന്ന 1531 അതാഹുൽപ്പ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഇൻക എംപയർ. ATAHUALPA അതാഹുൽപ്പ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഇൻക എംപറർ. ഇതിന് ശേഷം സ്പെയിനുകാർ വരികയും അവിടെ ആക്രമിച്ച് കീഴടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹവും വളരെ ധീരമായി നിന്ന് പൊരുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, സ്പെയിനോട് ധീരമായി നിന്ന് പൊരുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെ വധിക്കുന്നത് ഫ്രാൻസിസ്കോ പിസാറോ എന്ന് പറയുന്നൊരു ആളാണ്, ഒരു സ്പെയിനുകാരനാണ് ഇയാളെ വധിക്കുന്നത്, സ്പാനിഷ് റൂളറാണ് വധിക്കുന്നത്. പിന്നെ ഇവരുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റിയാണ്. വിവിധങ്ങളായിട്ട് തരംതിരിവുകളുള്ള ഒരു സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റിയാണ്. ഈ സ്ട്രാറ്റിഫിക്കേഷനെ അറിയപ്പെടുന്നത് സെനോരിയസ് എന്നാണ്. സെനോറിയസ് സെനോറിയസ് എന്നാണ് ഈ സ്ട്രാറ്റിഫിക്കേഷനെ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ അവിടുത്തെ ഭാഷനെ കുറിച്ച് പറഞ്ഞാൽ ലാംഗ്വേജിനെ ക്യുവാഷ്വ എന്നാണ് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ വേറൊരു പേരാണ് തവാൻതീൻ സുവോ എന്നുള്ളത്. വേറൊരു നെയിമാണ് തവാൻതീൻ സുവോ. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 regions ഓർ 4 united regions എന്നാണ് അർത്ഥം വരുന്നത്. അവരുടെ സൊസൈറ്റിയുടെ പേരാണ്. ക്യുവാഷ്വ ലാംഗ്വേജിൽ അവരുടെ സൊസൈറ്റിനെ പറയുന്നത് തവാൻതീൻ സുവോ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 4 regions ഓർ ദി 4 united regions, 4 regions എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ തവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 എന്നാണ് അർത്ഥം വരുന്നത്. സുയു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീജിയൻ ഓർ പ്രൊവിൻസ് ആണ്. അപ്പോൾ ഈ 4 regionsഉം കൂടെ ഒരുമിച്ച് ഒരു സെൻറ്ററിൽ ചേരുന്നു എന്നതാണ് തവാൻതീൻ സുയു എന്നുള്ളതിനോട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതായത് ഈ എംപയർ 4ആയിട്ട് ഡിവൈഡ്, 4 സുയൂസ്. എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 4 സുയൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിൻസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കോർണേഴ്സും ഈ സുസ്കു എന്ന് പറഞ്ഞ ക്യാപിറ്റലിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുസ്കു എന്ന് പറഞ്ഞ ക്യാപിറ്റലിൽ നിന്ന് പോകുന്ന 4 പ്രൊവിൻസസ് ആയിട്ടാണ് ഇവർ ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഇവിടെ മെയിൻ ലാംഗ്വേജ് ക്യൂഷു എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണെങ്കിലും അതിന് പുറമെ ഒരു 700 ലോക്കൽ ലാംഗ്വേജസ്, 700ഓളം ലോക്കൽ ലാംഗ്വേജസ് ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇവരുടെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻകയാണ് സാപ്പ ഇൻക എന്ന് പറയും. എംപയർസിൽ തന്നെ ഏറ്റവും പവർഫുൾ എംപയറാണ് സാപ്പ ഇൻക എന്ന് പറയുന്നത്. ഇതിലധികവും ഈ സാപ്പ ഇൻക എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അധികവും ഒറിജിനൽ ട്രൈബൽ വിഭാഗക്കാരാണ്. അവരുടെ ഒറിജിനൽ ഇൻക ട്രൈബ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
ഇനി ഇവർക്ക് എന്താണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു സിസ്റ്റം, പ്രത്യേകിച്ചും യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന, എല്ലാ ഫാമിലിയിൽ നിന്നും എഡ്യൂക്കേഷൻ നൽകും. അതിനെ പറയുന്നതാണ് യാച്ചൈ വാസിസ്, YACHAYWASS, യാച്ചൈ വാസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൗസ് ഓഫ് നോളജ് എന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത്. ദെൻ ഇവർക്ക് നിലനിന്നിരുന്നത് ഒരു ഫെഡറൽ ഗവൺമെൻറ് ആയിരുന്നു. പ്രൊവിൻസസിന് പ്രാധാന്യം നൽകുന്ന ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇൻക ഹെഡ് ആണെങ്കിലും അതിൻ്റെ കീഴിൽ 4 പ്രൊവിൻസസ് വരുന്നുണ്ട്. ആ 4 പ്രൊവിൻസസ് ആണ് ചിഞ്ചൈ സുയു, നോർത്ത് വെസ്റ്റിൽ എന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ചിഞ്ചൈ സുയു, വടക്ക് കിഴക്കൻ ഭാഗത്ത് ആൻറ്റി സുയു, പിന്നെ അടുത്തൊരു പ്രൊവിൻസാണ് കുന്തി സുയു, അത് സൗത്ത് വെസ്റ്റിലായിട്ടാണ് നിലനിൽക്കുന്നത്, ദക്ഷിണ പടിഞ്ഞാറൻ മേഖലയായിട്ട്. ആൻഡ് 4ാമത്തെ പ്രൊവിൻസാണ് കുല്ല സുയു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റിലാണ് നിലനിൽക്കുന്നത്. ഈ 4 കോർണേഴ്സും സുസ്കോ സെൻറ്റർ ആക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ പ്രൊവിൻസിനും ഒരു ഗവർണറും ഉണ്ടായിരിക്കും. ഇവരെല്ലാം കൂടുതൽ അഗ്രികൾച്ചർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ഈ 4 പ്രൊവിൻസ് നിൽക്കുമെങ്കിലും മിലിറ്ററി എന്ന് പറയുന്നത് ഈ ഒരു റീജിയന് സെപ്പറേറ്റ് ആയിട്ടാണ്. മിലിറ്ററി അതിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മിലിറ്ററി ആൻഡ് റിലീജിയസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ മിലിറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മിലിറ്ററി സിസ്റ്റം ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പ്രൊവിൻസസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇൻക എന്ന് പറഞ്ഞൊരു എംപയർ അല്ല, അതിനുപരിയായിട്ട് വിവിധ ട്രൈബുകളുടെ ഒരു കൂട്ടായ്മയാണ്. കോൺഫെഡറേഷൻ ഓഫ് ട്രൈബ്സ് എന്നും പറയാൻ പറ്റും. ഒരുപാട് കരുത്തുള്ള നേതാക്കൾ ഭരിക്കുന്ന വിവിധങ്ങളായ ട്രൈബിൻ്റെ ഒരു കൂട്ടമാണ് ശരിക്കും ഈ ഒരു ഇൻക പ്രദേശം എന്ന് പറഞ്ഞാൽ. ഇവരുടെ പ്രധാനപ്പെട്ട വിള പൊട്ടാറ്റോ ആയിരുന്നു. അവർ പ്രധാനമായിട്ടും കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനം പൊട്ടാറ്റോസ്, ഉരുളക്കിഴങ്ങ് തന്നെയായിരുന്നു. അതിന് പുറമെ മറ്റ് ഭക്ഷണ സാധനങ്ങളും ഉണ്ടായിരുന്നു. ദെൻ ഇവരുടെ എന്താ പറയുക, ഇമ്പീരിയൽ ക്ലാസ്സിന്, അതായത് ഭരണവർഗത്തിന് വളരെ പ്രട്ടിയായിട്ടുള്ള, വളരെ അഴകാർന്നിട്ടുള്ള ഡ്രസ്സുകൾ, ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. പല പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുള്ള ക്ലോത്ത്സുകളെല്ലാം ഉണ്ടായിരുന്നു. ഇനി ഈ ഇൻക എംപയർ ശരിക്കും പറഞ്ഞാൽ ഒരു 1400 കൂടിയിട്ടാണ് അടുത്തുള്ള ടെറിട്ടറീസിനെയൊക്കെ ആക്രമിച്ച് കീഴടക്കുന്നത്. അപ്പോൾ 1400 കാലഘട്ടമായപ്പോഴാണ് ഇവരൊരു എന്താ പറയുക, അടുത്തുള്ള നെയ്ബറിങ് ടെറിട്ടറീസിനെയൊക്കെ ആക്രമിച്ച് കീഴടക്കി കൂടെ നിർത്താനൊക്കെ തുടങ്ങി. അതുവരെ അങ്ങനെ അവർ കോൺക്വർ ചെയ്യുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. 1400 അന്ന് ഉണ്ടായിട്ടുള്ള ഒരു റൂളറാണ് പച്ചാസൂത്തി എന്ന് പറഞ്ഞ PACHCUTA, പച്ചാസൂത്തി എന്ന് പറഞ്ഞൊരു റൂളർ. ആ റൂളറിൻ്റെ നേതൃത്വത്തിലാണ് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കുകയും അങ്ങനെ ബൗണ്ടറീസ് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഇതിനോട് പുറമെ തന്നെ ഈ ഇൻക എന്ന് പറയുന്ന റീജിയൻ ആൻഡ്സ് മൗണ്ടെയ്ൻസാൽ ചുറ്റപ്പെട്ടിട്ടുള്ളതാണ്. അതിന് പിന്നെ ഒരു ആമസോൺ കാടുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ കോസ്റ്റൽ ഏരിയ ആണുള്ളത്. അതുകൊണ്ട് നാച്ചുറലി തന്നെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഇൻക എന്ന് പറയുന്ന സെൻറ്റർ. ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇൻക എംപയറിൻ്റെ ഏറ്റവും ഉയർന്ന കാലഘട്ടത്തിൽ 2500 മൈൽസ് സ്ഥലങ്ങൾ ഈ ഒരു എംപയറിൻ്റെ, ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്നതായിട്ട് കണക്കാക്കുന്നത്. അതായത് ഇന്നത്തെ ചില്ലയുടെ സെൻട്രൽ പാർട്ട് വരെ, നോർത്തേൺ ഇക്വഡോർ മുതൽ ചില്ലിയുടെ സെൻട്രൽ പാർട്ട് വരെ ഇവരുടെ ഇൻക എംപയറിൻ്റെ കീഴിലായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇനി ഈ പഞ്ചസൂട്ടി എന്ന് പറഞ്ഞ റൂളർ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പുറത്താക്കിക്കൊണ്ട് സ്വമേധിയ കിരീടം ധരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരികയാണ്. ഒരു യുദ്ധം നടക്കുന്ന സമയത്താണ് അദ്ദേഹം സ്വമേധിയ അധികാരത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ ഇൻക ആർമീനെ കുറിച്ച് പറയുമ്പോൾ, ഇൻകാസിൻ്റെ ആർമിയുടെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കളർഫുൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ അവരുടെ മാർച്ചിൽ അല്ലെങ്കിൽ അവർ യുദ്ധത്തിനായിട്ടുള്ള അകമ്പടിയിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള വാദ്യമേളങ്ങൾ, ഡ്രംസ്, ട്രമ്മറ്റ്, ഫ്ലൂട്ട് തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ വായിച്ചുകൊണ്ടുമാണ് അവർ മാർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അക്കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സിനെ മറ്റ് ഗോത്ര വിഭാഗങ്ങളെ നോക്കുമ്പോൾ ഇവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കുറച്ചും കൂടെ മോഡേൺ ആയിരുന്നു. വുഡൻ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയുധം ഇവർ ഉപയോഗിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ വാള്, പിന്നെ അമ്പും വില്ലും അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചിരുന്നു. അവർ വേറൊരു ആയുധമാണ് ഒരു വൈ ഷേപ്പുള്ള ഒരു ആയുധം. ഈ വൈ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആയുധത്തിൻ്റെ അറ്റങ്ങളിലൊക്കെ കല്ല് വെച്ചിട്ടുണ്ട്. 3 അറ്റത്തും കല്ല് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ആയുധം ഇവർ കൊണ്ടു നടന്നിരുന്നു. ദെൻ
ഇനി ഈ ഒരു സിവിലൈസേഷൻ അത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു പച്ചാസൂത്തിയുടെ സമയത്ത്. ഈ പച്ചാസൂത്തിയുടെ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ എംപയർ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ടെറിട്ടറീസിലേക്കൊക്കെ ചാരന്മാരെ അയച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിക്കും. അപ്പം അങ്ങനെ ഈ ചാരന്മാർ തിരിച്ചു വന്നിട്ട് ഈ പഞ്ചാസൂത്തി എന്ന് പറഞ്ഞ റൂളറുടെ അടുത്ത് ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകതകളും അവിടുത്തെ റൂളിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള റൂളർ എന്ത് ചെയ്യും, ആ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ ടെറിട്ടറിക്ക് കത്തെഴുതും. എന്തിനു വേണ്ടിയിട്ട്, ഇവിടെ ഞങ്ങളുടെ എംപയറിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പച്ചാസൂത്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നെയ്ബറിങ് റൂളേഴ്സിന് കത്തെഴുതും. അങ്ങനെ അവരെ തൻ്റെ കീഴിൽ നിർത്തുന്ന ഒരു രീതി ആർക്കുണ്ടായിരുന്നു, ഈ റൂളർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പച്ചാസൂത്തിയുടെ നേതൃത്വത്തിൽ ഇൻക എംപയറിൽ ഒരുപാട് നെയ്ബറിങ് ടെറിട്ടറീസ് വന്ന് അത് സമാധാന ഉടമ്പടികളിലൂടെ അദ്ദേഹം ആളുകളെ കൂടെ ചേർക്കുന്ന രീതി, അടുത്തുള്ള നെയ്ബറിങ് ടെറിട്ടറീസിനെ കൂടെ ചേർക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള ടെറിട്ടറീസിനെ ക്ഷണിച്ചുകൊണ്ട് കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. ഇനി ഇതിന് കീഴിലുള്ള ഈ ഒരു ഇൻക സാമ്രാജ്യത്തിന് കീഴിലുള്ള ജനങ്ങൾ അവരെ സ്വയം വിളിച്ചിരുന്നത് ദ ചിൽഡ്രൻ ഓഫ് ദി സൺ എന്നാണ്. സൂര്യൻ്റെ മക്കൾ എന്നാണ് അവരവരെ തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഇനി ഇതിലെ ഏറ്റവും ഇൻക എംപററിലെ അവസാനത്തേതെന്ന് പറയാവുന്ന ഒരു റൂളറാണ് ഹുവാന കാപ്പക്. HUAYN ഹുവാന കാപ്പക്കാണ് അവസാനത്തെ റൂളർ. 1525 ആണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് സ്മോൾ പോക്സ് ആയിരുന്നു, അതായത് വസൂരി പോലത്തെ അസുഖം വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം സ്പെയിനുകാരുടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ദെൻ ഇയാൾക്ക് ശേഷവും ഹുയാന കാപ്പക്കിന് ശേഷവും 2 ബ്രദേഴ്സാണ് ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ വഴക്കായിട്ട് അവിടെ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയും ആ അവസരം സ്പാനുകാർ നന്നായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എംപയറിൻ്റെ ഒരു അവസാനം വരുന്നത്. ദെൻ ഈ കാലഘട്ടത്തിലുള്ള ഇവിടുത്തെ അഗ്രികൾച്ചറൽ സിസ്റ്റം എങ്ങനെയായിരുന്നു, അഗ്രികൾച്ചർ മറ്റ് ക്രാഫ്റ്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫാമിംഗ്, കൃഷി ഒരു പ്രധാനമായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ഫിഷിംഗ്, കോസ്റ്റൽ ഏരിയ ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ട് ഫിഷിംഗ് ഭയങ്കര പ്രാധാന്യമുള്ളായിരുന്നു. ഹെർഡിങ്, കന്നുകാലികളെ മേയ്ക്കലും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു. ക്രോപ്സ് പ്ലാന്റ് ചെയ്തിട്ട് വിവിധങ്ങളായ ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ഭക്ഷണം കണ്ടെത്തുന്ന രീതിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പൊട്ടാറ്റോ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമായിരുന്നു, നമ്മൾ പറഞ്ഞു, അവരൊരു പ്രധാന ഭക്ഷണമായിരുന്നു അത്. ഇനി ഇവർ അടുത്തുള്ള ടെറിട്ടറീസൊക്കെ കോൺക്വർ ചെയ്തിട്ട് ആ ടെറിട്ടറീസും ഇതുപോലെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇങ്ങനെ കോൺക്വർ ചെയ്തിട്ട് ആക്രമിച്ച് കീഴടക്കുന്ന സ്ഥലങ്ങളെ ഇവർ മൂന്നാക്കി തിരിച്ചിട്ടുള്ളതിൽ അതിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാജാവിന് നേരിട്ടിട്ടുള്ളതാണ്, സ്റ്റേറ്റിലേക്ക് എത്തേണ്ട സാധനങ്ങളാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരെണ്ണം സ്റ്റേറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റൊന്ന് റൂളർക്ക് എത്തേണ്ടതാണ്, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എല്ലാ ലോക്കലായിട്ടുള്ള ജനങ്ങൾക്ക് മൊത്തമാകെ എത്തേണ്ടത്. അങ്ങനെ മൂന്നായിട്ട് അവരവരുടെ സ്ഥലത്തിനെ ഡിവൈഡ് ചെയ്തിട്ടാണ്, ഈ കോൺക്വറിങ് ടെറിട്ടറീസിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കൃഷിയൊക്കെ ഇതാക്കിയിരുന്നത്. ഇനി ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോസിന് പുറമെ മറ്റു കൃഷിയായിരുന്നു ടൊമാറ്റോസ്, തക്കാളി, കുരുമുളകിൻ്റെ വേറെ രീതികൾ, പിന്നെ ബീൻസ്, അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ മെയ്സും അവരുടെ ഒരു പ്രധാനപ്പെട്ട കൾട്ടിവേഷനായിരുന്നു. ഇതൊക്കെയാണ് അവർ പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങളെന്ന് പറയുന്നത്. ഇനി ഇവരുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ടെറസിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഈ മണ്ണിടിഞ്ഞു പോകാതിരിക്കാനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടെറസിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വളമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷികളുടെയൊക്കെ കാഷ്ടമായിരുന്നു. അത് വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ കൃഷി വളർത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ കനാൽസ് ഒക്കെ നിർമ്മിക്കുമായിരുന്നു. ഈ കനാൽസിൽ വെള്ളം സ്റ്റോറേജ് ചെയ്തിട്ട് വിവിധ കാലഘട്ടങ്ങളിൽ ഈ കൃഷിക്കായിട്ട് ഉപയോഗിക്കും. ഇനി ഈ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ എപ്പോഴും നൈട്രേറ്റിൻ്റെ എലമെൻ്റ് ഉള്ള വാട്ടർ ആയിരിക്കും ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ദെൻ ഇവർ ഭക്ഷണങ്ങൾ സംഭരിച്ച് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മീറ്റ്, മാംസാഹാരങ്ങളൊക്കെ ഉപ്പ് ഇട്ടിട്ട് സംരക്ഷിച്ച് വെക്കുന്ന ഒരു രീതിയുണ്ട്, പ്രിസർവ് ചെയ്യുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാംസാഹാരങ്ങൾ ഉപ്പിട്ട് ഉണക്കി വെക്കുമ്പോൾ പെട്ടെന്നൊരു വരൾച്ച തുടങ്ങിയ കാലഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു ഭക്ഷണം തന്നെയാണ് അവിടുത്തെ ആർമിക്ക് കൊടുക്കുകയും ആർമി കൂടുതൽ ഫലഭൂയിഷ്ടമായിട്ടൊരു വളരെ റിച്ച് ആയിട്ടുള്ളൊരു ആർമി ഉണ്ടാവാൻ കാരണമായത് ഇത്തരത്തിലുള്ള ഭക്ഷണം തന്നെയായിരുന്നു. ഇനി
ഇവരുടെ പ്രധാനപ്പെട്ട വളർത്തുന്ന കുറച്ച് ഇതാണ് ഡക്ക്, താറാവുകൾ, താറാവുകൾ, നായ്ക്കൾ, ദെൻ ഗിനിപ്പന്നികൾ, ഇതിനെയൊക്കെ വളർത്തും. ഇതിനെ അവർ തിന്നാനും ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഇവരുടെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ച് പറയുമ്പോൾ തുന്നലും പോട്ടറി, വീവിങ്ങും പോട്ടറിയാണ് പ്രധാനപ്പെട്ട വർക്ക്സ്. ഇത് രണ്ടും നല്ല ഹൈ ക്വാളിറ്റി വർക്ക്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ വീവിങ്, തുന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽസ് ഒക്കെ വെച്ചുകൊണ്ട് വളരെ ഭംഗിയിൽ ടെക്സ്റ്റൈൽസിൽ മെറ്റൽസ് ഒക്കെ വെച്ചുകൊണ്ട് തുന്നുന്നൊരു രീതി ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ടെക്സ്റ്റൈൽ സാധനങ്ങൾ, തുണിത്തരങ്ങൾക്കൊക്കെ പ്രത്യേക ടാക്സ് ഈടാക്കിയിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റേറ്റിൻ്റെ, അവിടുത്തെ ഭരണവിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാക്സ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റൈൽ ടാക്സ് ആയിരുന്നു, തുണിത്തരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ടാക്സ് ആയിരുന്നു. പിന്നെ ഇവരുടെ പോട്ടറി പറഞ്ഞു, ഇവരുടെ പോട്ടറിയിൽ ഇവർ വിവിധങ്ങളായിട്ടുള്ള കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുകയാണ് ഉപയോഗിക്കുക. ഫ്ലെയിംസ്, പുകകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഓരോ സാധനങ്ങൾ പുകയ്ക്കുമ്പോൾ ഓരോ തരം കളർ ഫോം ചെയ്യും. അപ്പോൾ അതൊരു കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ്റെ ലെവൽ കൂട്ടിയിട്ടും കുറച്ചിട്ടും, അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ നന്നായി കൊടുത്തിട്ട് റെഡ്, യെല്ലോ, ക്രീം തുടങ്ങിയ കളറൊക്കെ പോട്ടറിയുടെ മീതെ ഇവർ ചെയ്യും. അതേസമയം ഓക്സിജൻ്റെ ലെവൽ കുറച്ചിട്ട് ബ്ലാക്ക് കളർ ഇവർ പോട്ടറിയുടെ മീതെ കൊണ്ടുവരും. അങ്ങനെ ഓക്സിജൻ്റെ ലെവൽ കൂട്ടും കുറയ്ക്കും ചെയ്തിട്ട് റെഡ്, യെല്ലോ, ക്രീം, ബ്ലാക്ക് തുടങ്ങിയ കളേഴ്സൊക്കെ ഇവർ പോട്ടറീസിൽ ഉപയോഗിച്ചിരുന്നു. ദെൻ ഇവർ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള, വളരെ വില കൂടിയിട്ടുള്ള മെറ്റലുകൾ, കല്ലുകൾ ഉപയോഗിക്കുമായിരുന്നു. അത് കത്തി തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഈ കല്ലുകൾ ഉപയോഗിക്കുമായിരുന്നു. ഗോൾഡിന്, സ്വർണത്തിന് ഇവർ പറയുക സ്വെറ്റ് ഓഫ് ദി സൺ, സൂര്യൻ്റെ എന്താ പറയുക വിയർപ്പാണെന്നാണ് പറയുക ഗോൾഡിന്, സ്വെറ്റ് ഓഫ് ദി സൺ. അതേസമയം സിൽവറിന് ടിയേഴ്സ് ഓഫ് ദി മൂൺ എന്നാണ് പറയുക, ചന്ദ്രൻ്റെ കണ്ണുനീരാണ്, ടിയേഴ്സ് ഓഫ് ദി മൂൺ എന്നാണ് പറയുക. പിന്നെ ഇവർ റിച്ചായിട്ട് കോപ്പർ, ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന വളരെ വില കൂടിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ദെൻ ഇവരുടെ ഈ ഇൻകാസിൻ്റെ ഡെയിലി വർക്ക്, സ്ഥിരമായിട്ടുള്ള അവരുടെ ജീവിതത്തിനെ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 3 ടൈപ്പ് ആക്ടിവിറ്റീസ്, 3 ടൈപ്പ് പ്രവൃത്തികളാണ് അവർ ദിവസങ്ങളിൽ ചെയ്യുക. അതിന് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറ്റ, മിൻക, ഐനി. മിറ്റ, മിൻക, ഐനി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ മിറ്റ എന്ന് പറഞ്ഞത് എംപയറിന്, അതായത് രാജാവിന് ഫേവർ ചെയ്തിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതാണ് മിറ്റ. അപ്പോൾ അവരുടെ എംപയറിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനെ മിറ്റ എന്ന് പറയുന്നത്. മിൻക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ് മിൻക എന്ന് പറയുന്നത്. ഈ മിറ്റ എന്ന് പറഞ്ഞ വർക്കിൽ പബ്ലിക് വർക്ക്സ് ഉൾപ്പെടും. എംപയറിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പബ്ലിക് വർക്ക്സ്, അതായത് കോട്ട നിർമ്മാണം, റോഡ് നിർമ്മാണം, ബ്രിഡ്ജ് നിർമ്മാണം, ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയവയൊക്കെ മിറ്റ വർക്കിൽ പെടും. മിൻക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, അതുമായിട്ട്, അതായത് കമ്മ്യൂണിറ്റീസിനെ അവർ പറയുന്നത് ഐലു എന്നാണ്. ഐലു എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി വർക്കുമായിട്ട് ബന്ധപ്പെടുന്നതാണ് മിൻക എന്ന് പറയുന്നത്. ഈ വർക്കുകൾ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തിരിക്കണം, ഒരു ഫാമിലിയിൽ നിന്ന് എല്ലാവരും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരതിനെ പുറത്താക്കുന്ന രീതിയുണ്ട്. ദെൻ ഐനി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലെ വർക്കാണ്, ഫാമിലിയുടെ ഉള്ളിലുള്ള വർക്ക് സിസ്റ്റമാണ് ഐനി എന്ന് പറയുന്നത്. അതാണ് 3 തരത്തിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അവരുടെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ള ടെമ്പിളുകൾ അവർ നിർമ്മിച്ചിരുന്നു. ഈ തിവാങ്കൂർ റീജിയനിൽ അതിനുള്ള ഒരുപാട് എവിഡൻസസ്, കല്ലുകൊണ്ട് നിർമ്മിച്ച ടെമ്പിളുകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഇനി ഇവരുടെ അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ഒരു ആർക്കിടെക്ചർ വർക്കിൻ്റെ മച്ചു പിക്കു, MACHUPICCH, മച്ചു പിക്കു എന്ന് പറയുന്നത് അവരുടെ ആർക്കിടെക്ചർ വർക്കിൻ്റെ അല്ലെങ്കിൽ അവരുടെ കൊത്തുപണിയുടെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. ഈ ഒരു ആർക്കിടെക്ചറൽ വർക്ക് സ്പെയിനുകാർ നശിപ്പിക്കാത്തത് കൊണ്ട് അവിടെ നിലനിന്ന് പോയതാണ്. അതിൻ്റെ കുറേ ഭാഗങ്ങൾ അങ്ങനെ നിലനിന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കായിരുന്നു അത്. ദെൻ ഇനി സ്റ്റോൺ കൊണ്ട്, കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷനാണ് സക്കാസ് ഹ്വാമാൻ, CACSAHUAMAN, സക്സ ഹ്വാമാൻ എന്ന് പറയുന്ന ഒരു വർക്ക്. ഇത്തരത്തിലൊരു ആർക്കിടെക്ചറൽ വർക്ക് തന്നെയാണ് അതും. ദെൻ അടുത്തത് നമുക്ക് ഇനിയാണ് പഠിക്കാനുള്ള അവിടുത്തെ റിലീജിയനെ കുറിച്ചാണ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ പൊതുവേ റിലീജിയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രദേശമാണിത്. സമാധാനപരമായിട്ട് റിലീജിയനെ കാണുന്ന ആൾക്കാരാണ്. ഡ്യുവലിസ്റ്റിക്, വ്യക്തിപരമായി തന്നെ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്ന സിസ്റ്റം അവർക്കുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒപ്പോസിങ് ഫോഴ്സസ് ഉള്ളതുകൊണ്ടാണ്. എതിർക്കപ്പെടുന്ന 2 ശക്തികൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം നിൽക്കുന്നത്. അതാണ് ഒപ്പോസിങ് ഫോഴ്സസ്. ഇപ്പോൾ ഡാർക്ക് ആണെങ്കിൽ അവിടെ ലൈറ്റ് ഉണ്ട്,
അതുപോലെ എന്താണ് ഹീറ്റ് ആണെങ്കിൽ അവിടെ വെച്ചാൽ ഇരുട്ടും വെളിച്ചും രണ്ട് ഒപ്പോസിങ് ഫോഴ്സസ് ആയിട്ട്, അതുപോലെ തന്നെ ചൂടും തണുപ്പും രണ്ട് ഒപ്പോസിങ് ഫോഴ്സസ് ആണ്. അങ്ങനെ രണ്ട് ഒപ്പോസിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ, രണ്ട് പര്യായ പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നതാണ്. അങ്ങനെയാണ് ആ സമൂഹം, സൊസൈറ്റി, വേൾഡ് ബാലൻസ് ചെയ്ത് പോകുന്നതെന്നാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു മദർ എർത്ത് ഗോഡാണ്, ഭൂമി ദേവതയാണ് പച്ചമാമ, PACHAMAMA, പച്ചാമാമ എന്ന് പറയുന്ന അവരൊരു ഭൂമി ദേവതയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ അവർ ആരാധിച്ചിട്ടുള്ളത് സൂര്യദേവനെയാണ്. സൂര്യദേവൻ അറിയപ്പെടുന്നത് ഇന്ദി എന്നാണ്, INTI, ഇന്ദി എന്ന സൂര്യദേവനെയാണ് അവർ ആരാധിക്കുന്നത്. പിന്നെ ഇവരുടെ ഭൂമിയുടെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3ഓളം മിത്തുകൾ നിലനിൽക്കുന്നുണ്ട്. വെറും കെട്ടുകഥകളാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥകളൊന്നുമല്ല, കെട്ടുകഥകളാണ്. അവർക്ക് എല്ലാത്തും ഉള്ള പോലെ തന്നെ ഒരു ക്രിയേറ്റർ ഗോഡ് ഉണ്ട് എന്നുള്ളതിലാണ്. അത് അവിടുത്തെ ദേവതകളായിട്ടുള്ള ടിസൈ, വിരാചോക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ദൈവങ്ങളും അങ്ങനത്തെ കുറച്ച് കഥകളാണുള്ളത്. പിന്നെ അവിടുത്തെ റിലീജിയനിൽ അവരൊരു പോളിതീസമാണ്, 2ൽ കൂടുതൽ ദൈവങ്ങളെ അറ്റ് എ ടൈം ആരാധിക്കുന്ന ആൾക്കാരാണ്. കൂടുതലും നാച്ചുറൽ വർഷിപ്പ്, പ്രകൃതിയെ തന്നെ ആരാധിക്കുന്ന ഒരു രീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അവർ എന്താ പറയുക, ഉണ്ടാക്കിയ ദൈവം, ക്രിയേറ്റഡ് ഡെയിറ്റി, അതിൻ്റെ ആ ഒരു ആരാധന എന്ന് പറയുന്നത് ഇല്യ തിക്സി വിരാഘോച്ച പച്ചായ സാച്ചിക് എന്ന് പറയുന്നൊരു ഡേറ്റിയാണുള്ളത്. ILYATIQSI, അതാണ് ഇല്യ തിക്സി. VIRACOCHA വിരാട് കോച്ച, ദെൻ PACHAYACACHIQ പച്ചായ ചിക്കു, അങ്ങനെ പറയുന്ന ഒരു വലിയൊരു സീരീസാണ് അവർ പറയുന്നത്. അത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അർത്ഥം വരുന്ന പദങ്ങൾ ഒരുമിച്ച് ചേർത്ത് പറയുന്നതായിരിക്കാം. അതാണ് അവരുടെ ഒരു ക്രിയേറ്റർ, ഉണ്ടാക്കിയ ദൈവം എന്ന് പറയുന്നത്. അത് എല്ലാത്തിൻ്റെയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ഭൂമി ഉണ്ടാക്കിയൊക്കെ ഇതിലൂടെയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ദെൻ അവർക്കുള്ള മറ്റൊന്ന് ആൻസിസ്റ്റർ വർഷിപ്പിംഗ് ഉണ്ട്. അതായത് മരിച്ചു പോയവരെ ആരാധിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട്. അതിൽ ചില ആളുകളെ, ഈ മരിച്ചു പോയതിൽ തന്നെ ചില ആളുകളെ ഇവർ മമ്മിയായിട്ട് പ്രിസർവ് ചെയ്യും. മമ്മി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസർവ് ചെയ്യുന്നതാണ്, സംരക്ഷിക്കുക എന്നുള്ളതാണ് മമ്മിയാക്കി വെച്ച് മമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചില ആൻസിസ്റ്റേഴ്സിനെ അവർ മമ്മീസായിട്ട് കണക്കാക്കി പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഈ മമ്മീസിനെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രോസസ്സാണ്. ആദ്യം ഇതിൻ്റെ എന്താണ്, ഈ മരിച്ച ബോഡിയുടെ ഇൻറ്റസ്റ്റൈൻസ്, ഹാർട്ട്, ഉള്ളിലുള്ള അവയവങ്ങൾ, അതുപോലെ തന്നെ ഹാർട്ടൊക്കെ എടുക്കും. ഇതിൽ ഹാർട്ടിനെ ഡ്രൈ ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. അങ്ങനെ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. എന്താണ് പറയുക, സാപ്പ ഇൻക സ്റ്റോർ, ഒരു ഗോൾഡൻ സൺ ഐക്കണിൽ, അതായത് പ്രത്യേക സ്ഥലങ്ങളിലാണ് ഇവരിത് സ്റ്റോർ ചെയ്ത് വെക്കുക. അവരുടെ വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പുനർജന്മം ഉണ്ട്, അവർ പിന്നീട് എല്ലായിടത്തും ചുറ്റി നടക്കും. അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതാണ് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്, ഒരു സമൂഹത്തിൽ സ്പെഷ്യലായിട്ട് നിൽക്കേണ്ട ആൾക്കാരെയാണ് ഇവർ മമ്മിഫൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ആരാധനാ രീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻക അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിനെ കുറിച്ച്, ഇൻക എംപയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒരു 16th സെഞ്ച്വറി വരെ നിലനിന്നിട്ടുള്ള ഒരു എംപയറാണ് ഇൻകാസ് എന്ന് പറയുന്നത്. അവരുടെ റിലീജിയൻ, ടെക്നോളജി, ആ സൊസൈറ്റി എന്തായിരുന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ സിവിലൈസേഷൻ്റെ 6 യൂണിറ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏൻഷ്യൻ സിവിലൈസേഷൻ, പ്രാചീന നാഗരികതകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ആദ്യം മെസപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് സിവിലൈസേഷനുകൾ, ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഈ 3 സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിച്ചു. ദെൻ ഗ്രീക്ക്, റോമൻ സിവിലൈസേഷൻസ്, ദെൻ ലാസ്റ്റ് ആയിട്ട് ലാറ്റിൻ അമേരിക്കൻ സിവിലൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൻഷ്യൻ സിവിലൈസേഷനിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കാത്തതൊന്നുണ്ട്. എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ പ്രാചീന സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 3 എണ്ണമായിരുന്നു ഈജിപ്തും, മെസപ്പൊട്ടാമിയയും, ഇൻഡസ് വാലി. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആൻഷ്യൻ സിവിലൈസേഷനിൽ പ്രത്യേകം എടുത്ത് പഠിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ അടങ്ങുന്നതാണ്. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കണം, ഈ ഒരു ആൻഷ്യൻ സിവിലൈസേഷനിൽ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു 5000 BC മുതൽക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യനെ കുറിച്ച് പഠിക്കേണ്ട. അപ്പോൾ അതും കൂടെ ചേർന്നതാണ് ഒരു വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.